ഡു യു ഗൈസ് ബിലീവ് ദീസ് നോട്ട് സേവ്ഡ് മൈ ലൈഫ്? യെസ്, ഈ ബുക്സ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് പാസ്ഡ് മൈ എക്സാംസ് ആൻഡ് ഓൾസോ ഗോട്ട് 38K plus followers on Instagram. Today I'm talking about how to actually plan ahead practically and get more things done with these notes. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ പോവാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു പേഴ്സൺ എയും പേഴ്സൺ ബിയും ഉണ്ട്. ഈ രണ്ട് പേരുടെ റുട്ടീനാണ് പറയാൻ പോകുന്നത്. ഒരു പേഴ്സൺ എ ഇമാജിൻ ചെയ്യുക. പേഴ്സൺ എ രാവിലെ എണീക്കും, ആസ് യൂഷ്വൽ രാവിലെ എണീക്കും. എണീറ്റിട്ട് ഫസ്റ്റ് തിങ് ഹീ ഡു ഇസ് ലൈക്ക് സ്ക്രോളിങ് ഹിസ് ഫോൺ. സ്ക്രോൾ ചെയ്യും, എൻലെസ് സ്ക്രോളിങ്, ടൈം വേസ്റ്റ് ചെയ്യും. രാവിലെ നടക്കാൻ പോകില്ല, ജിമ്മിന് പോകണില്ല, റണ്ണിങ്ങിന് പോകണില്ല. എന്നിട്ട് ടൈം ആകുമ്പോൾ വർക്ക് ഓർ ബിസിനസ് എന്താ അതിന് പോകും. ആൻഡ് ഫുഡ് കഴിക്കുന്ന ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും ഒരു ടൈമിംഗ് ഒന്നുമില്ല. ഈ പേഴ്സൺ ഒരു പ്ലാൻ ഇല്ലാതെ ഒരു ദിവസം കടന്നു. ലൈക്ക് ഹീ ഈസ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. എന്താ ചെയ്യേണ്ടി എന്നുള്ളത് പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്ത ദിവസം. ഇനി പേഴ്സൺ ബീൻ്റെ റൂട്ടീൻ എടുത്ത് നോക്കുമ്പോൾ ദിസ് ഗായ് തലേ ദിവസം ഉറങ്ങണ മുന്നേ ലാസ്റ്റ് തിങ് ഹി ഡു ഈസ് പ്ലാൻ ദ ഡേ ഇൻ ദിസ് ബുക്ക്. ഇങ്ങനത്തെ ഒരു ബുക്ക് ആളുടെ കയ്യിലുണ്ടാവും. ഈ ബുക്ക് എടുത്തിട്ട് എന്തോ ചെയ്യും, നാളത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് എണീക്കേണ്ടത്, എണീറ്റിട്ട് എന്തെല്ലാം ചെയ്യണം, ഇതിൽ ടൈം പ്രകാരം എല്ലാതും ഉണ്ടാവും. ലൈക്ക് എപ്പോഴും 6 AM എണീക്കുക, എണീറ്റിട്ട് റണ്ണിങ്ങിന് പോവുക, വാക്കിങ്ങിന് പോവുക, ജിമ്മിന് പോവുക. എന്നിട്ട് അതിൻ്റെ വർക്കിന് പോകുന്ന ടൈമിംഗ് ഉണ്ടാവും. എപ്പോഴാണ് ലഞ്ച് കഴിക്കേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്, എപ്പോൾ ജിമ്മിന് പോകണം, എല്ലാത്തിൻ്റെ ടൈമിംഗ് ഇതിൽ എഴുതി വെക്കും. ഈ എക്സാമ്പിൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, പേഴ്സൺ എ എന്നുള്ള ലൈക്ക് ആൾ ഈസ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ല. ബട്ട് പേഴ്സൺ ബീനോ ഒരു ദിവസം എന്താ ചെയ്യേണ്ടത്, അന്ന് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ധാരണ ഉണ്ട്, ടൈമിംഗ് ഉണ്ട്. ഹീ നോ വാട്ട് ടു ഡു എക്സാക്ട്ലി. ഇനി ഞാൻ ആദ്യം പറഞ്ഞല്ലോ ദീസ് ബുക്ക് സേവ്ഡ് മൈ ലൈഫ്. ഞാൻ അതെങ്ങനെ പറഞ്ഞുതരാം, ഇതിൻ്റെ ഒരു ജേർണി പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 3 to 4 നോട്ട്സ് ഇതേപോലെ ഉണ്ട്. 2022 സ്റ്റാർട്ട് ചെയ്ത ഹാബിറ്റാണിത്. ഞാൻ തലേ ദിവസം ഇപ്പോൾ നാളത്തെ ദിവസമാണ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഇന്ന് ഉറങ്ങണ മുന്നേ എഴുതും. നാളെ എന്തൊക്കെ ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യണം, ടൈമിംഗ് എല്ലാം എഴുതും. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് September 1. അതായത് ഇപ്പോൾ തലേ ദിവസമാണ് എഴുതുക. തലേ ദിവസം രാത്രി കറക്റ്റ് ഇതിൽ ഉണ്ടാവും ഫജർ, 8 hours സ്ലീപ്പ്, ബ്രേക്ക്ഫാസ്റ്റ്, ഇതിൻ്റെ പഠിക്കേണ്ട കാര്യങ്ങൾ, അത് എത്ര മണി വരെ പഠിക്കണം, ളുഹർ, ലഞ്ച്, പിന്നെ അത് എത്ര ടൈം അടുത്ത് പഠിക്കണം, എല്ലാ ഡീറ്റെയിൽസ് ഇതിലുണ്ടാവും. എപ്പോഴാണ് ഉറങ്ങേണ്ടത്, എല്ലാ കാര്യങ്ങളും എനിക്ക് അന്നത്തെ ദിവസം എന്തെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളത് തലേ ദിവസം ഞാൻ ഓർക്കും, നാളെ എന്തെല്ലാം ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ലൈക്ക് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷമായി. ഈ 4 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ഹാബിറ്റ് എനിക്ക് ചെറിയ ഇമ്പാക്റ്റ് ഒന്നല്ല, വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. റീസൺ ഒരു ദിവസം എണീക്കുമ്പോൾ ചിന്തിക്കണ്ട ഇന്നിപ്പോൾ എന്ത് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ഡേ കണ്ടാൽ മനസ്സിലാവും ഇത് 100% ടാർഗറ്റ് ചെയ്തിരുന്നത്. ഇതിലേക്ക് 94% അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സാധനം പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും 100% കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, ഇപ്പോൾ September 1 ഇത് അന്ന് ദിവസം രാത്രി ഞാൻ എടുത്ത് നോക്കും. ഓക്കെ, ഞാൻ എന്തൊക്കെ ചെയ്തു, ഇതിൽ എന്തൊക്കെ ചെയ്തു നോക്കും, ചെയ്യാത്തത് എന്തെങ്കിലും ഉണ്ടോ. ചെയ്യാത്തുണ്ടെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, ഓക്കെ എന്നാൽ ചെയ്തില്ല, അപ്പോൾ നാളത്തേക്ക് നമുക്കത് പിന്നെ ചെയ്താൽ പ്രൊക്കാസിനേറ്റ് ചെയ്യരുത്. നമുക്കറിയാം അന്ന് രാത്രി ഓക്കെ നാളെ ഇത് ചെയ്യാണ്ട് എന്നുള്ളത്. നമുക്ക് അഗെയിൻ ഒരു റിമൈൻഡർ കിട്ടുകയാണ്, ഓക്കെ നാളെ ഇത് ചെയ്യാണ്ടല്ലോ, ഇന്ന് ചെയ്തില്ല. സോ ഡേ ബൈ ഡേ നമുക്ക് നമ്മളൊരു പ്രോസസ്സ് ലൈക്ക് നമ്മളൊരു പ്രോഗ്രസ് മനസ്സിലാവും. നമ്മൾ എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട്, എത്രത്തോളം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്, നമുക്ക് തന്നെ റിയലൈസേഷൻ കിട്ടും. മറ്റേത് നമ്മളൊരു ഫ്ലോയിൽ പോവാം. ലൈക്ക് എക്സാമ്പിൾ പേഴ്സൺ എന്ത് ചെയ്യുന്നു, നാളത്തെ ദിവസം എന്താ ചെയ്യേണ്ടത് അറിയില്ല, എണീക്കും, സ്ക്രോൾ ചെയ്യും. ഒരു പേഴ്സൺ ബീൻ്റെ എക്സാമ്പിളാണ് ഞാൻ എൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പേഴ്സൺ എ ആണോ പേഴ്സൺ ബി ആണോ, ഇമാജിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാ ഫീൽ ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ റൂട്ടീൻ പോകുന്നത് ചിന്തിക്കുക. ഇത് വർക്കൗട്ട് ആവില്ല എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഓൾറെഡി ഈ ഹാബിറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ കഴിയും. ഈ ഒരു ഹാബിറ്റ് എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണ്, എത്രത്തോളം നമുക്ക് ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു നോട്ട് വാങ്ങുക. നോട്ട് വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് ലൈക്ക് ഒരു ടു ഡു ലിസ്റ്റ് പോലെ തന്നെയാണ്, എന്നാലും ഇതിൽ നമുക്ക് ടൈമിങ്ങും കാര്യങ്ങൾ എക്സാക്ട്ലി നാളത്തെ ദിവസം എന്താ ചെയ്യേണ്ടത് എന്നുള്ള നമുക്ക് പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എണീറ്റിട്ട് ചിന്തിക്കണ്ട എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഓൾറെഡി നമ്മൾ പ്ലാൻഡ് ആണ്, ഓൾറെഡി അറിയാം. പിന്നെ പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, ആക്ഷൻസ് എടുക്കണം എന്ന് എല്ലാവർക്കും അറിയാം. സോ ആക്ഷൻസ് എടുക്കുക, ലൈക്ക് പ്ലാൻ ചെയ്യുക ആൻഡ് അതേപോലെ തന്നെ ആക്ഷൻസ് കൊടുക്കുക. പിന്നെ ഈ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് ലൈക്ക് ഈ ഹാബിറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ഏതൊരു ഹാബിറ്റ് ആണെങ്കിലും എന്തൊരു കാര്യമാണ് നമുക്ക് ഇനീഷ്യലി സ്ട്രഗിൾസ് ഉണ്ടാവും. ഇതിന് സ്ട്രഗിൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് രാത്രി ഇരുന്ന് ഇനിയിപ്പോൾ 4 ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ച്, പക്ഷേ ഇതൊരു ഹാബിറ്റ് ആക്കാൻ കഴിഞ്ഞാൽ ലൈക്ക് ആഫ്റ്റർ ഒരു 3 to 4 days ഇത് കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നും രാത്രി ഓക്കെ നാളത്തെ ദിവസം പ്ലാൻ ചെയ്യാണ്ടല്ലോ, അപ്പോൾ നമുക്കിതൊരു ഡെയിലി ഒരു തിങ് ആവും. പിന്നെ നമുക്ക് മറക്കൂല ഓക്കെ നാളത്തെ ദിവസം. പിന്നെ സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ, നമുക്കിത് ചിലപ്പോൾ പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടാവും, നമ്മൾ പരിപാടിയിലാവും. എന്നാലും മെജോറിറ്റി ഓഫ് ഡേയ്സ് നമുക്ക് ലൈക്ക് നെക്സ്റ്റ് ഡേ പ്രൊഡക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോ ദിസ് ഹാബിറ്റ്, ലൈക്ക് ബൈ ദിസ് ബുക്ക്
ആൻഡ് സ്റ്റാർട്ട് ടു പ്ലാൻ യുവർ ഡേ ആൻഡ് ടേക്ക് ആക്ഷൻസ്. ചെറിയൊരു ഹാബിറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് ഞാൻ. ഇത് എനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇത്രയും ബുക്ക് ഉണ്ട്, ഒരു 4ാമത്തെ ബുക്ക് കൂടെ ഉണ്ട് കയ്യിൽ. ഇപ്പോൾ ഇത്ര പോളൂ. സോ ബേസിക്കലി ഇതിലെല്ലാം എൻ്റെ ഡേയ്സ് പ്ലാൻ ചെയ്തതാണ്. ലൈക്ക് ലാസ്റ്റ് 4 years ആയിട്ട് ഞാൻ എൻ്റെ ഇതിൽ നാളെ എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ലൈക്ക് ഡേ പ്ലാനിങ് മാത്രമല്ല, എന്ത് ഐഡിയാസ് ഇട്ട് കഴിഞ്ഞാലും എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടണമെങ്കിലും എഴുതുന്ന ഒരു ബുക്കാണ്. സോ ഇത് നമ്മളെ കയ്യിൽ എപ്പോഴും ഇങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ടായാൽ ലൈഫ് വിൽ ബി മോർ ബെറ്റർ. ഇതുവരെ ഞാൻ സംസാരിച്ചത് ഒരു ഡേ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ള ഈ നോട്ട് കൊണ്ട്. ഇനി നെക്സ്റ്റ് അതിന് വേറെ സൈഡ് പറയാൻ പോണേ, ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത്. നെക്സ്റ്റ് തിങ്, അതായത് ഇപ്പോൾ നമുക്ക് കുറേ കാര്യത്തിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവില്ല. കുറേ കാര്യങ്ങൾ മൈൻഡിൽ ഭയങ്കര സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. പല ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. എന്ത് പ്രോബ്ലംസ് ആയിക്കോട്ടെ, ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ എന്താ ചെയ്യല്, ഈ നോട്ട് എടുത്തിട്ട് ഇവിടെ എഴുതും. പ്രോബ്ലം എന്താ എഴുതും, അതിൻ്റെ സൊല്യൂഷൻ എന്താ, ലൈക്ക് പ്രോബ്ലം എന്താ എഴുതും. സൊല്യൂഷൻ കണ്ടെത്തണമല്ലോ, സൊല്യൂഷൻ വേണമല്ലോ. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇരിക്കുക, ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക, എന്നിട്ട് ജസ്റ്റ് ഈ പേപ്പറും പെന്നും എന്നിട്ട് ചിന്തിക്കുക. ഈ ബ്ലാങ്ക് പേപ്പർ ലൈക്ക് മെല്ലെ 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 നമ്മൾ തോട്ട്സ് വരും, അതിൻ്റെ സൊല്യൂഷൻസ് വരും. ഇത് എഴുതുക, ഇതിനുള്ള റൂട്ട് മാപ്പ് കിട്ടും, എങ്ങനെ ആ പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഈ ക്ലബ്ബ് എന്ന് കണ്ടോ, ഇത് ഞാൻ പ്രൈം സർക്കിൾ മൈ കമ്മ്യൂണിറ്റി, നമ്മൾ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യണ മുന്നേ എഴുതിയ സംഭവം ക്ലബ്. അതായത് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഇത് എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാന്നുള്ളത് ഇതിൽ എഴുതുക. ഇത് ലൈക്ക് നെയിം, ഒബ്ജക്റ്റീവ് എന്താ, പ്രൈസിങ് എങ്ങനെ, എല്ലാ കാര്യങ്ങളും മൈൻഡിൽ നിന്ന് ഇങ്ങനെ എഴുതി പോയതാണ്. സോ ഒരു ക്ലാരിറ്റി കിട്ടും നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ പോയി ഇതിൻ്റെ ഓരോ കാര്യങ്ങളും അതിലുണ്ടാവുക. അപ്പോൾ ഇനി ഞാൻ എങ്ങനെ ക്ലാരിറ്റി ഉണ്ടാക്കൽ, ഓഫ് കോഴ്സ് ഒരു ബുക്കും പെന്നും എടുത്തിട്ടാണ് ക്ലാരിറ്റി ഉണ്ടാക്കൽ. ശരിക്കും പറഞ്ഞാൽ 100% ഈ ഒരു ബുക്കിൽ എഴുതുന്ന ഹാബിറ്റ് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. വലിയൊരു സംഭവം ഒന്നുമല്ല. ജസ്റ്റ് ഒരു 100 rupees ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഒരു പെന്നും വാങ്ങുക, ഇത് എപ്പോഴും കയ്യിൽ വെക്കുക ആൻഡ് സ്റ്റാർട്ട് ദിസ് ഹാബിറ്റ് ആൻഡ് താങ്ക് മീ ലേറ്റർ ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് നെക്സ്റ്റ് എന്ത് ടോപ്പിക്കിൽ വീഡിയോ ചെയ്യണം. ഐ എം ഡൂയിങ് ഹിയർ വാട്ട് ഐ എം എക്സ്പീരിയൻസ്ഡ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും ഞാൻ ഇനി പഠിച്ചിട്ടും ആണ് ഇതിൽ സംസാരിക്കാൻ പോകുന്നുണ്ടാവുക. ഇപ്പോൾ ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് ആണ്, എനിക്ക് റിസൾട്ട് കിട്ടിയ സംഭവമാണ്. ഇനി നെക്സ്റ്റ് ഇതേപോലത്തെ എൻ്റെ എക്സ്പീരിയൻസും കുറേ കാര്യങ്ങളായിട്ട് ഞാൻ വരാം. സോ this is my second video. I'm not still comfortable with talking like this, but inshallah I'll get better. Bye.